രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ അച്ഛനും മോനും ഭയങ്കര ചർച്ചയാണ്. മോൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, രണ്ടുപേരും എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അങ്ങനെ അവരുടെ കുറച്ച് നേരത്തെ കളിയൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ജോലിയൊന്നും നടക്കില്ല. ആദ്യം ഞാൻ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റം മൊത്തത്തായിട്ട് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്നില്ല, പക്ഷേ ഈ സിമെൻറ്റ് ഇട്ടേക്കുന്ന അത്രയും ഞാൻ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പുറത്തോട്ട് വന്ന് ഇറങ്ങുമ്പോൾ ആകെ ഒരു മുഷിച്ചിലായിരുന്നു, ഇതിങ്ങനെ ഇല നിറഞ്ഞ് കിടന്നിട്ടേ. അതുകൊണ്ട് അതത്രയും ഞാൻ കൂട്ടിയിട്ട് അപ്പം തന്നെ അങ്ങ് കത്തിച്ചു. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയപ്പോഴേക്കും എൻ്റെ അരിയൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്ത് ജാക്സണിലോട്ട് എടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് കുറച്ച് താമസിച്ച് പോയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാൾ പോകാൻ വേണ്ടിയിട്ട് ചട്ടം കെട്ടി നിൽക്കുകയാണ് കേട്ടോ കൂടെ. അപ്പോൾ ആൾ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ആളെ അങ്ങ് സമാധാനിപ്പിച്ച് TV ഒക്കെ ഇട്ട് കാർട്ടൂൺ കാണിച്ച് അവിടെ അങ്ങ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു കിച്ചടി വെക്കണം, പിന്നെ ഒരു കുറച്ച് കോളിഫ്ലവർ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം, പിന്നെ ഒരു രസം. അത്രയാണ് ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നത്. കാരണം ആൾക്കിപ്പോൾ നോമ്പായതുകൊണ്ട് മീനൊന്നും അങ്ങനെ വെക്കുന്നില്ല. ഞാനും മോനും ഇടയ്ക്ക് മീനൊക്കെ വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ ഞാൻ എളുപ്പപ്പണി നോക്കിയിട്ട് മുട്ട തന്നെയാണ് ഇപ്പോൾ കൂടുതലും കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയുടെ വിഭവങ്ങളാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ആദ്യം ഞാൻ പച്ചക്കറിയുടെ തോലൊക്കെ ചെത്തി എല്ലാം ക്ലീനാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ടോ, തിളപ്പിക്കണമല്ലോ. അപ്പോൾ ഇത് ഒരു മസാലയൊക്കെ പുരട്ടിയിട്ടൊന്ന് ചെറുതായിട്ട് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തതായിരുന്നേ. ഞാൻ ഇച്ചിരി വലിപ്പത്തിലൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്കിങ്ങനെ ചെറുതായിട്ട് കുനുകുനുവാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളരിക്കയും പച്ചമുളകും ഒക്കെ ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്ത് അത് ഞാൻ കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ തിളച്ച് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുപ്പിലോട്ട് രസത്തിനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കോളിഫ്ലവർ അപ്പം തന്നെ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വാർത്ത് അതിനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തിട്ട് വേണം എനിക്കതിന് മസാലയൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട്. എണ്ണയും കടുകുമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രസത്തിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണം വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കിച്ചടിക്കുള്ള അരപ്പിനുള്ള തേങ്ങയും തൈരും സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് അടിച്ച് എടുത്ത് വയ്ക്കും. കറണ്ട് പോയാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രസത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ പുളിവെള്ളവും പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ഞാൻ അതിനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. രസം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ കോളിഫ്ലവർ വയ്ക്കാനായിട്ടുള്ള പാത്രമൊക്കെ എടുത്ത് സെറ്റാക്കി കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചടിക്കുള്ള അരപ്പമൊക്കെ അരച്ചെടുത്തു. പിന്നെ ഇനി എനിക്ക് കടുക് കൂടെ വറുത്ത് ഒഴിച്ചപ്പോഴേക്കും എൻ്റെ കിച്ചടിയും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൻ കിച്ചൺ അപ്പം തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്ക് രാവിലെ മുതലുള്ള പാത്രങ്ങൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുക്കളയിൽ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ശടപടയെന്ന് കഴുകുന്നുണ്ടായിരുന്നു. രാവിലെ പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പാത്രം എല്ലാ പാത്രങ്ങളും അതിലുണ്ട്. അങ്ങനെ കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി ഇവിടുത്തെ സിങ്കും കൂടെ കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് എൻ്റെ ഉച്ചത്തെ ജോലിയെല്ലാം കംപ്ലീറ്റ് ആയത് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ.